വ്യൂവേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് അഫോർഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ ഓർണമെൻറ്റ്സും വെറും 50-നും 150-നും ഇടയിൽ വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതെല്ലാം ഒരു കോംബോ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 9 കമ്മലെന്തോ ആയിരുന്നു സെറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയായിരുന്നു ഈ ഒരു സെറ്റ് കമ്മലിന്. അപ്പോൾ ഇത് ആദ്യം വരുന്നത് ഈ ഒരു ഹൂപ്സ് ആണ് കേട്ടോ. നല്ല ഗോൾഡൻ കളറാണ്, പക്ഷേ എൻ്റെ ഫോണിൽ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ചെറിയൊരു കളർ വ്യത്യാസം കാണുന്നുണ്ട്. അതിൻ്റെ ആ കറക്റ്റ് ഇമേജിലുള്ള അതേപോലത്തെ തന്നെ ഐറ്റംസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. നല്ല ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഇയറിങ്സ് ആയിരുന്നു കേട്ടോ ഈ ഒരു സെറ്റ് ഫുൾ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇത് കുറച്ച് വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഫസ്റ്റത്തത് ഈ ഒരു ഹൂപ്സാണേ. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിയിട്ട് കുറച്ചായി, എന്നാലും അതിൻ്റെ കളറൊന്നും ഇതുവരെ ഫെയ്ഡായിട്ടൊന്നും ഇല്ല. നല്ല പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഡെലിവറി ആണെങ്കിൽ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ കൈ കിട്ടുകയും ചെയ്തു. ഈ സെറ്റിൽ നമുക്ക് അടുത്ത കമ്മൽ നോക്കാം കേട്ടോ. എല്ലാം ഇതേപോലത്തെ റിങ്സ്, ഹൂപ്സ്, പിന്നെ 3 സ്റ്റഡ് ഇങ്ങനെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഈ 2 റിങ്സാണ്. ഇങ്ങനെ ഒന്ന് ബ്രെയ്ഡ് ചെയ്ത പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണുള്ളത് കേട്ടോ. ഇത് നമുക്ക് ജീൻസിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിലും കുറച്ച് വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയാണ് കൂടുതലും പോകുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഡ്രസ്സിനാണ് ഇത് മാച്ചായിട്ടുണ്ടാവുക. ട്രഡീഷണൽ ലുക്കിൽ എന്തായാലും ഓക്കെ ആയിരിക്കത്തില്ല. അത് ഞാൻ കാണിക്കാം കേട്ടോ. ട്രഡീഷണൽ ആയിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, അഫോർഡബിൾ ആയിട്ടുള്ളത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇയറിങ്സ് എന്ന് പറയുക. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കാണുമ്പോൾ എന്തോ ഭയങ്കര കനമുള്ള പോലെ തോന്നും, പക്ഷെ ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല കേട്ടോ. വെയിറ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. കാണുമ്പോഴത്തേക്കും ആദ്യത്തതൊക്കെ ആണെങ്കിൽ തന്നെ കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നില്ലേ, പക്ഷെ അതിന് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. എല്ലാ ഇയറിങ്സും ഈ സെറ്റിലുള്ള ഒന്നിനും തന്നെ വെയിറ്റ് ഇല്ല. സ്റ്റഡിൻ്റെ കാര്യം പറയേ വേണ്ട. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത റിങ്സ് ഇതാണ് കേട്ടോ. ഇത് വൈറ്റ് മുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് വരുന്നത്. ഗോൾഡ് പ്ലസ് വൈറ്റ് ആണ് ഇതിൻ്റെ കളർ വരുന്നത്. എല്ലാം ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ ഉണ്ടാവും. പിന്നെ ചിലതിൽ ഇതേപോലത്തെ മുത്തും കൂടെ കൊടുത്തിട്ടുണ്ടാവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു കുർത്തിയുടെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇയറിങ്സ് എന്ന് പറഞ്ഞത്. ഇതിനും വെയിറ്റ് ഒട്ടും ഇല്ല കേട്ടോ. ഇതിൻ്റെ ലോക്ക് നല്ലൊരു ഇതാണ് കേട്ടോ. നന്നായിട്ട് സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കും അത്. മറ്റേ റിങ്സ് വരുന്ന എല്ലാത്തിൻ്റെയും ഈ ഒരു ടൈപ്പ് ലോക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത കമ്മലെന്ന് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ 100-ൽ താഴെ വരെ പോകുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് എന്തെങ്കിലും സെയിലൊക്കെ വരില്ല, അപ്പോഴത്തേക്ക് ശരിക്കും താഴത്തേക്ക് അതിൻ്റെ റേറ്റ് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് 100 രൂപയാണ് കേട്ടോ. ഈ ഒരു സെറ്റ് ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ലല്ലോ. അടുത്തത് ഈ ഒരു റിങ്സാണേ. ഇതും കുറച്ച് സൈസ് ഉണ്ട് കേട്ടോ. ഒന്നും ഭയങ്കര ഓവറായിട്ടുള്ള സൈസൊന്നും അല്ല, എന്നാലും അത്യാവശ്യം നമുക്കൊരു ഭംഗിയിൽ കിടക്കുന്നുണ്ട്. ഇത് ഞാനൊരു ജീൻസിൻ ടോപ്പിൻ്റെ കൂടെ പെയർ ചെയ്യും കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരു വൈറ്റ് പേൾ വന്നിട്ട് ഇതും നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ആ ഒരു ലോക്ക് തന്നെയാണ് ഇതിനും വരുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള 3 റിങ്സും ഒരേ സൈസാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഈ ഒരു ഹൂപ്സാണ് കണ്ടോ. ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് റൗണ്ടിൽ ചെറിയൊരു അങ്ങനത്തെ ഒരു പാറ്റേണാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ജീൻസിൻ ടോപ്പിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം കാണിച്ചിട്ടുള്ള ഒരു 3 സെറ്റ് ഉണ്ടല്ലോ, അത് വലുത്. പിന്നെ അതിൻ്റെ ചെറുത് ഇതേപോലത്തെ 3 ഹൂപ്സ് വരുന്നുണ്ട്. റിങ്സ് 3 എണ്ണം, ഹൂപ്സ് 3 എണ്ണം, അതേപോലെ സ്റ്റഡ് 3 എണ്ണം. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. പക്ഷേ ഇതിനകത്തില്ല, സ്റ്റഡ് കാണിക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. സ്റ്റഡ് ഞാൻ ഉപയോഗിച്ച സമയത്ത് എവിടെയോ വെച്ചിട്ട് അതങ്ങനെ പോയി കേട്ടോ. ഈ റിങ്സും ഹൂപ്സും മാത്രമേ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളൂ. ഞാൻ ആ ഇമേജ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അകത്തുള്ള 3 സ്റ്റഡും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ സൂക്ഷ്മം കാരണം അത് അങ്ങനെ പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കുറേ നോക്കി കേട്ടോ, എവിടെയെങ്കിലും കാണും. നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലും കാണും. സ്റ്റഡ് ഞാൻ കാണിക്കുന്നില്ല കണ്ടോ. ഇതായിരുന്നു അതിൻ്റെ ആ ഒരു കവറ്. ഇത്രയും കമ്മലുണ്ടായിരുന്നത്, പക്ഷേ മുകളിലുള്ള ആ ഒരു സ്റ്റഡിൻ്റെ പോർഷൻ ഓരോന്നോരോന്നൊക്കെ വെച്ച് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനത് എടുത്തില്ല. ഞാൻ ഇമേജിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റഡ്. ഇനി അടുത്തത് കുറച്ച് ഹെയർ ആക്സസറീസ് ആണ്. ഇതെല്ലാം കൂടെ ഞാൻ വാങ്ങിയത് വെറും 68 രൂപയ്ക്കാണ്. ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു, ആദ്യമേ പറയാം. 68 രൂപയാണ്. അതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുമ്പോൾ 90 ഏതാണ്ട് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ കുറഞ്ഞ് 68 ആയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നത്.
ഈ ഒരു വലിയ ക്ലിപ്പൊക്കെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് 50 രൂപ അടുത്ത് എന്തായാലും ആകും. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കാണിച്ച ഇമേജിൻ്റെ അകത്ത് അത്രയും വലിയ ഒരു ക്ലിപ്പില്ലേ, ആ പുട്ടപ്പ് ചെയ്ത് വയ്ക്കുന്ന ക്ലിപ്പുണ്ടല്ലോ, അതുണ്ടായിരുന്നില്ല, ഇമേജിലുണ്ടായിരുന്നില്ല. ഇനി എന്തെങ്കിലും അബദ്ധവശാൽ കയറി വന്നതാണോ എന്നും എനിക്കറിയത്തില്ല. പിന്നെ ബുഷ് ഇതിലും കുറച്ചുകൂടെയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്തത് കൊണ്ട് കാണിക്കാത്തതാണ് കേട്ടോ. പിന്നെ ആ മുകളിലുള്ള ക്ലിപ്പുണ്ടല്ലോ യെല്ലോ, ആ ഒരു മൾട്ടി കളറിൽ വരുന്നത്, അത് കുട്ടികൾക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി നല്ല ഭംഗിയായിട്ടുണ്ടാകും കേട്ടോ. അവർക്ക് പല ഹെയർ സ്റ്റൈൽസൊക്കെ നമുക്കത് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 3 എൻ്റെ ഫേവറേറ്റ്, ഞാൻ അതാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ വലിയ ക്ലിപ്പ് എല്ലാ ഇതിലും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ഇമേജിൽ എന്തായാലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വന്ന സമയത്ത് പാക്കേജിൽ ഉണ്ടായിരുന്നതാണ് ആ വലുത്. അതിങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ പാക്കേജാണ്. ഇനി ഫ്രീ ആയിട്ട് തന്നതാണോ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ അതാ കുറച്ച് ബുഷ്, അതേപോലത്തെ നമുക്ക് ടൈ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു. ആ ഒരു മൾട്ടി കളറും നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പാണ്, ശരിക്കും ചെറുതാണ് കേട്ടോ. അത് കുത്തി കൊടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഒരു ചെറിയൊരു ക്രാബ് ഉണ്ടായിരുന്നു. ആ 3 ക്രാബ് കുറച്ച് ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നതില്ല, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ആ വൈറ്റ് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തു കേട്ടോ. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മാലയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കമ്മലുമാണ് കേട്ടോ. ഈ മാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വെർത്താണ്. 80 രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിന് വരുന്നത്. വെറും 80 രൂപയ്ക്ക് ഇത്ര നല്ലൊരു മാല എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഈ ഒരു കറക്റ്റ് ഇത് തന്നെ നമുക്ക് കിട്ടുമോ എന്ന് അറിയത്തില്ല, ഇനി വല്ല പൊട്ടിയതൊക്കെയാണോ എന്നറിയത്തില്ല, കാരണം ഇത്ര റേറ്റ് കുറവല്ലേ. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഒരു ഡ്രസ്സിന് മാച്ച് ആകുമെന്ന് തോന്നിയത് കൊണ്ടിട്ട് ഞാനങ്ങനെ ഓർഡർ ചെയ്തതാണ്. അത് ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ ഇമേജ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, റിയൽ ആയിട്ടുള്ള ഇമേജ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു ഡൗട്ട് വെച്ചിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ കമ്മൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഞാനിത് കമ്മലും മാലയും ഒന്നിച്ചിടാറില്ല, ഞാൻ വേറൊരു ജിമിക്കിൻ്റെ കൂടെയാണ്, ജിമിക്കി ഓൺലൈൻ തന്നെ വാങ്ങിയതാണ് മീഷോന്ന്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാനിത് പെയർ ചെയ്യാറുള്ളത്. മാല ഒട്ടും തന്നെ ഹെവി അല്ല, പിന്നെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു ഗോൾഡൻ കളർ പോലെ തോന്നുമെങ്കിലും അത്രയും അങ്ങോട്ട് എറിച്ചിട്ടുള്ള കളറും അല്ല കേട്ടോ, ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് കാണിക്കാൻ, ഞാൻ വാങ്ങിയതിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും കറൻലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ജിംക്കയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 55 രൂപയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ 55 രൂപയ്ക്കാണ് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് 80 സംതിങ് ആയിരുന്നു. പക്ഷേ ഇത് ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല, എന്നാൽ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുമാണ്, കളർ പോകുന്നില്ല യൂസ് ചെയ്തിട്ട്. അത്യാവശ്യം വലുതുമാണ്, സൈസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ലക്ഷ്മി ദേവിയുടെ ഇങ്ങനെ ഒരു ഇതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റഡിൻ്റെ പോർഷനിൽ ലക്ഷ്മി ദേവിയാണുള്ളത്. താഴത്തോട്ട് ഇങ്ങനെ ജിംക്ക, പിന്നെ റെഡ് അതേപോലെ തന്നെ ഗ്രീൻ സ്റ്റോണും വന്നിട്ടുണ്ട്, മുത്തും വന്നിട്ടുണ്ട് താഴത്ത് കേട്ടോ. അപ്പോൾ ജിംക്ക ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി, കാരണം ഈ ഒരു റേറ്റിലൊക്കെ മീഷോന്ന് മാത്രമേ എന്തായാലും കിട്ടത്തുള്ളൂ എന്ന് എനിക്കറിയാം. ഫ്ലിപ്കാർട്ടിലൊക്കെ ഞാൻ നേരത്തെ ഓർണമെൻറ്റ്സ് നോക്കിയിട്ട് ഒന്നും അങ്ങനെ അഫോർഡബിളായിട്ട് തോന്നിയില്ല മീഷോനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ അതിന് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വളയും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മൊത്തം 24 പീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ കസിനുമായിട്ട് വളയൊക്കെ എടുക്കുമ്പോൾ ഞാൻ അത്രയും ഒന്നിച്ചിടാറില്ല, അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പകുതി ഞാൻ അവൾക്ക് കൊടുത്തു, ബാക്കി പകുതിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിപ്പോൾ 12 എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്, ബാക്കി ഞാൻ അങ്ങനെ കൊടുത്തു. ഇപ്പോൾ വള വാങ്ങിച്ചാലും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് 90 രൂപയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ 12 എണ്ണം ഈ സെയിം ത്രെഡ് ചുറ്റിയത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് 80 രൂപയായിരുന്നു കേട്ടോ, 12 എണ്ണത്തിന് മാത്രം. അപ്പോൾ ഇത് നേരെ പകുതി പൈസ ആയിട്ടുള്ളൂ. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് സ്റ്റോണിൽ, ഫുള്ളി വൈറ്റ് സ്റ്റോണിൽ വരുന്ന നെക്ലെസ്, അതിൻ്റെ 2 ഇയറിങ്സ്, പിന്നെ അതിൻ്റെ ഒരു നെറ്റിച്ചുട്ടി. അപ്പോൾ ഇത് ഞാനൊരു റിസപ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ലെഹങ്കയ്ക്കൊക്കെ നന്നായിട്ട് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇത്ര റേറ്റ് കുറവിലാണ് നമുക്ക് കിട്ടുന്നത്, 150 താഴെയാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു സ്റ്റോൺ പോലും മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കല്ലൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാകുമെന്ന്. സാധാരണ ഓർണമെൻറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ റിവ്യൂവിൽ കണ്ടിട്ടുണ്ട് കേട്ടോ മിസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഒരുപാടായി, എന്നാലും അതിൻ്റെ ഒരു കല്ല് പോലും ഇളകി പോയിട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, കളറൊന്നും മങ്ങിയിട്ടും ഇല്ല കേട്ടോ. ഞാൻ ആ നെറ്റിച്ചുട്ടി ഒഴിച്ച് കമ്മലാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കമ്മൽ മാലയുടെ കൂടെ അല്ലാണ്ട് ഞാൻ സെപ്പറേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കമ്മൽ ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട്, എന്നാലും അതിൽ നിന്ന് സ്റ്റോണൊന്നും പോയിട്ടില്ല, കളറും പോയിട്ടില്ല. മാലയും അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. നെറ്റിച്ചുട്ടി ഒരു തവണ എന്തോ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. എന്നാലും നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് അതിന് മാച്ച് ചെയ്തിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ വള എന്ന് പറയുന്നത്. ഇതും 100 രൂപയിൽ താഴെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സെറ്റിന്.
നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വളയ്ക്ക് 20-25 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ വള ഒരെണ്ണത്തിൻ്റെ വിലയാണ് ഞാൻ പറയുന്നത്. 20-25 രൂപ റേറ്റ് ഞങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഉണ്ട്. എല്ലാ കടകളിലും എന്തായാലും അത്രയും ഒരു റേറ്റ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ വളകളൊക്കെ നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നമുക്ക് ലാഭം എന്ന് പറയുന്നത്. ഇതും സ്റ്റോൺ എല്ലാം തന്നെ ഉണ്ടായിരുന്നു, യാതൊരു ഡാമേജും ഉണ്ടായിരുന്നില്ല. ഡെലിവറി ആണെങ്കിൽ ഞാൻ വിചാരിക്കാത്തതിനേക്കാൾ കൂടുതൽ 2 ദിവസം എന്തോ കൊണ്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഈ ഒരു സെറ്റാണ് കേട്ടോ. ഇതിൻ്റെയും പകുതിയുണ്ട്, പകുതി കസിൻ്റെയിലാണ്. അപ്പോൾ ഇത്രയും ഒരു സെറ്റിന് 100 രൂപയിൽ താഴെയാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഈ ഒരു അളവെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി കൊടുക്കണം. വള വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന അളവ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ അത് ഇടാതെ വെക്കുക എന്നുള്ളതേ ഒരു വഴിയുള്ളൂ കേട്ടോ. വള എടുക്കുന്ന സമയത്ത് ആ കറക്റ്റ് റേഡിയസ് നോക്കി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീഷോന്ന് നല്ല അടിപൊളി വളകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതും ത്രെഡ് ചുറ്റിയതാണ്. ഞാൻ ആദ്യം ഒരു റെഡ് കാണിച്ചില്ലേ, അതേപോലത്തെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 150 രൂപയിൽ താഴെ വരുന്ന ഒരു നെക്ലസിൻ്റെ സെറ്റാണ്. യെല്ലോ കളറാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്, റെഡ്, ഓറഞ്ച്, അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഞാനൊരു യെല്ലോയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള കമ്മലും വരുന്നുണ്ട്. കമ്മൽ മാല ആ ഒരു സെറ്റാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഒരു ഗോൾഡൻ കളറാണ് ആ ഒരു ഫ്ലവറിന് വരുന്നത്. ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള മാലകൾ നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു നെക്ലസ്സാണ്, നല്ലതാണ് കേട്ടോ. കളറൊന്നും പെട്ടെന്ന് ഫെയ്ഡായി പോകത്തില്ല, കാരണം ഞാൻ നെക്ലസ് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതാണ്. കമ്മൽ ഞാൻ അധികം ഇട്ടിട്ടില്ല, പക്ഷേ നെക്ലസ് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തതാണ്. കളറൊന്നും ഇതുവരെ പോയിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാളായി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്ക്. പിന്നെ ഈ ഒരു വള എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് വളയാണ് ഇത്. ഞാൻ അന്ന് വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതിൻ്റെ ലിങ്ക് നോക്കിയിട്ട് എനിക്ക് മീഷോന്ന് കിട്ടിയില്ല, ഔട്ട് ഓഫ് സ്റ്റോക്കായി എന്തോ പോയതായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് വീണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രൊഡക്റ്റ് ഒന്നും കൂടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 150 രൂപയിൽ താഴെയാണ് ഇത് സെറ്റ് വരുന്നത്. 24 എണ്ണമാണ് കേട്ടോ 150 രൂപയിൽ താഴെ. നല്ല അടിപൊളി വളയാണ്. എൻ്റെ കയ്യിൽ ഇത്രയും നല്ല വള എന്തായാലും ഇല്ല, കാരണം എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ്. ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ കളർ വരുന്നത്. ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഏത് പ്രൊഡക്റ്റാണ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ആ ലിങ്ക് അല്ലെങ്കിൽ കോഡായിട്ട് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രൊഡക്റ്റായിരുന്നു കേട്ടോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ മീഷോ ഫൈൻസ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ലിങ്ക് കിട്ടാത്തത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ ലിങ്ക് ഇട്ട് തരാത്തത്. പിന്നീട് വരുമ്പോൾ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.